So, welcome back to Bits and Bytes of Networking. This is me, Dheeraj. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്ത് പ്രോട്ടോകോൾ എന്താണെന്നും പ്രോട്ടോകോൾ സ്യൂട്ട് എന്താണെന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ തൊട്ട് മുന്നേ ലെയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെയർ എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് OSI മോഡൽ എന്താണെന്നും TCP/IP സ്റ്റാക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഇത് സ്റ്റിൽ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. നമ്മൾ ഈ സാധനങ്ങളിലേക്കൊക്കെ നല്ലോണം ഡീപ്പ് ഡൈവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്നല്ല, നമ്മൾ ഓൺ ദ വേ നമ്മൾ ഹെവി ആയിട്ട് ഡീപ്പ് ഡൈവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ്ഡ് സംഭവം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം. സോ വിതൗട്ട് ഫർദർ adu ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ലെയർ എന്ന് പറഞ്ഞു വെച്ചാലേ ഈ നെറ്റ്വർക്കിനുള്ള സാധനം നല്ല വലുതാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനൊക്കെ പിടിച്ച് കഷ്ണിച്ചിട്ടു. അതായത് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജബിൾ പീസ് ആക്കി മാറ്റി. നമ്മൾ ഈ നെറ്റ്വർക്കിൻ്റെ വലിയൊരു ഡിസൈൻ എടുത്തിട്ട് മാനേജബിൾ ആയിട്ടുള്ള പീസ് ആക്കി. അതിനാണ് പറയുന്നത് ലെയേഴ്സ് എന്ന്. ഓക്കെ, ഈ ലെയർ മോഡലിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടോ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ട്രബിൾ ഷൂട്ടിങ് ഈസിയാവും, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസിയാവും, ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ് ഈസിയാവും. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ട്രബിൾ ഷൂട്ടിങ് ഈസി ആവുന്ന രീതി നമുക്ക് ആദ്യം നോക്കാം. അതെന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലെയറിൽ ഇഷ്യൂ വന്നു, ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് ലെയറിൽ ഇഷ്യൂ വന്നു വിചാരിക്കുക. നമുക്ക് ആകെ ട്രാൻസ്പോർട്ട് ലെയറിൽ മാത്രം നോക്കിയാൽ മതി, അതിലത്തെ ഇഷ്യൂ മാത്രം ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള ലെയേഴ്സിനെ ഇതിനെ ബാധിക്കുമോ അങ്ങനെ നമുക്ക് അങ്ങനത്തെ തലവേദന ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ലെയർക്ക് ഒരു സംഭവം മാത്രം നമുക്ക് ഫിക്സ് ചെയ്താൽ മതി, അത് മാത്രം ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ സിംഗിൾ പീസ് ആയിരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ലെയറത്തെ ഇഷ്യൂ ഫിക്സ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ അതുമായിട്ട് ബാക്കിയുള്ള ഡിവൈസസൊക്കെ കമ്മ്യൂണിക്കേഷൻ പഴയ പോലെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നെറ്റ്വർക്ക് മൊത്തം തകരാറിലാവും. ഓക്കെ, സിംഗിൾ പീസ് ആണെങ്കിലുള്ള കാര്യം പറയും. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ ലെയേർഡ് മോഡലിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറത്തെ സംഭവം മാത്രം ഫിക്സ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇനി ഇംപ്രൂവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക. അത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഡാറ്റ അക്രോസ് ദ വേൾഡ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പണി മാത്രം ചെയ്യുക, പൊടി തട്ടി പോവുക, അത്ര മതി. അല്ലാണ്ട് നല്ലോണം ഡീപ്പ് ഡൈവ് ചെയ്തിട്ട് നോക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ തല വയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവശ്യമില്ല. ഓക്കെ, ഇനി സിംപ്ലിഫൈസ് ഹാർഡ്വെയർ ക്രിയേഷൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഹാർഡ്വെയർ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഏതൊക്കെ ആപ്സ് അത് യൂസ് ചെയ്യുന്നുള്ളതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ സെൻഡ് ആൻഡ് റിസീവ് എന്നുള്ള പർപ്പസിന് ഒരു ഹാർഡ്വെയർ ഉണ്ടാക്കി വിചാരിക്കുക. ആ ഹാർഡ്വെയറിലേക്ക് ഏതൊക്കെ ആപ്സ് വന്ന് ഇൻട്രാക്ട് ചെയ്യും, അതെങ്ങനെ ഇൻട്രാക്ട് ചെയ്യും, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പർപ്പസ് എന്താണോ അതിന് പറ്റിയൊരു സാധനം വെക്കുക, അത്ര മതി. കമ്മ്യൂണിക്കേഷൻ ബാക്കിയുള്ളത് എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള OSI മോഡൽ. നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ തന്നെ എൻഹാൻസ് ഇൻ്റർ ഓപ്പറബിലിറ്റി. ഈ എൻഹാൻസ് ഇൻ്റർ ഓപ്പറബിലിറ്റി പറഞ്ഞു വെച്ചാൽ ഈ ഇത് പറയാൻ എളുപ്പം എന്താ വെച്ചാൽ ഈ ടൊറൻറ്റ് പോലത്തെ ഫയൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡോട്ട് പോലത്തെ ഫയൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ വെച്ചാൽ ഈ ഫയൽ അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ സിംഗിൾ ഫയൽ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ടൊറൻറ്റ് എന്ന് പറയുന്ന ഒറ്റ ഫയലിൽ ബാക്കിയുള്ള ഫയൽസിലേക്കുള്ള ലിങ്ക്സാണ് കിടക്കുന്നത് ബേസിക്കായിട്ട്. അത് ഒരു വലിയൊരു ഫയലിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പല പല സ്ഥലങ്ങളിലുണ്ടാവും. പല പല സ്ഥലങ്ങൾ ഇൻ ദ സെൻസ് നമ്മൾ ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യും. ആ ഡോട്ട് ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവുക ചോദിച്ചാൽ അത് എങ്ങനെ അസംബിൾ ചെയ്യണം. ഓക്കെ, ആ ഒറിജിനൽ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അസംബിൾ ചെയ്യണം, ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിലുണ്ടാവുക, ഡോട്ട് ടൊറൻറ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ഇതെങ്ങനെ വെച്ചാൽ ഈ ടൊറൻറ്റ് ശരിക്കും എന്താ ചെയ്യുക വെച്ചാൽ ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ ഇൻ്റർനെറ്റ് ഇതേ ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പീസായിട്ടാണ് നമ്മൾ വലിയ ഫയൽ സ്റ്റോർ ചെയ്യുക പറഞ്ഞത്. അപ്പോൾ ഏത് പീസാണ് ഒറിജിനൽ ആയിട്ടുള്ളത് കയ്യിലുള്ളത് നോക്കും. ഓക്കെ, ഈ സാധനങ്ങളൊക്കെയാണ് ട്രാക്കർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ പിയർ ടു പിയർ നെറ്റ്വർക്കാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വേറൊരാളിൽ നിന്ന് എടുക്കുന്നു, നമ്മുടെ ഡാറ്റ വേറൊരാൾ എടുക്കുന്നു, അങ്ങനത്തെ രീതിയിലാണ് വർക്കാവുന്നത്. ഓക്കെ, ഇതേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ആവുന്നുണ്ട്. അതേ ലൈക്ക് ആ ഒരു പീസ് മാത്രം, ആ ഒരു ഫയലിന് വേണ്ടുന്ന ആ ഒരു പീസ് മാത്രം ഷെയർ ആവുന്നുണ്ട്. ഓക്കെ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ഇൻ്റർ ഓപ്പറബിലിറ്റി പറഞ്ഞു വെച്ചാൽ വരുന്നത്. ഇൻ്റർ ഓപ്പറബിലിറ്റി പറഞ്ഞു വെച്ചാൽ ഒരേ ലെയറിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മെഷീൻസ് ഉണ്ട് വിചാരിക്കുക, രണ്ട് സോഫ്റ്റ്വെയർസ്. ഇതിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അതാണ് ഈ എൻഹാൻസ് ഇൻ്റർ ഓപ്പറബിലിറ്റി പറഞ്ഞു വെച്ചാൽ. അത് കാരണം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി ഈസി ആവണം. ഇനി പ്രൊമോട്ട് സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫിസിക്കൽ ലെയറിൽ കിടക്കുന്ന ഒരു ഈതർനെറ്റ് കേബിൾ വിചാരിക്കുക. ഈ ഈതർനെറ്റ് കേബിള് പണ്ടത്തെ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ പഴയ ഇൻ്റർനെറ്റ് കേബിൾ അൺപ്ലഗ് ചെയ്യുക, അതിന് പറ്റിയ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ പുതിയത് പ്ലഗ് ചെയ്യുക, തീർന്നു. അത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഹൈലി സ്കേലബിൾ ആണ് ഇങ്ങനത്തെ ടൈപ്പ് ലെയേർഡ് മോഡൽ.
ഇൻ കേസ് നമുക്ക് മറ്റേ സ്വിച്ചസ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വിച്ച് അൺപ്ലഗ് ചെയ്യുക, പുതിയ സാധനം വെക്കുക, കണക്ട് ചെയ്യുക, തീർന്നു. വേറെ ഒന്നും നോക്കാനില്ല. കോൺഫിഗർ ചെയ്തിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈലി സ്കെയിലബിൾ ആണ് ഈ സാധനം, ഹൈലി ഇൻട്രോപ്പറബിൾ ആണ്. ഇനി ഇംപ്രൂവ് സെക്യൂരിറ്റിയാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നുണ്ട് ഫ്യൂച്ചറിന്. ഇതിൽ അടുത്ത് പറഞ്ഞു വെച്ചാൽ OSI മോഡലാണ്. OSI മോഡൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡലാണ് അതിന് പറയുക. ഈ OSI മോഡൽ എന്താ ചോദിച്ചാൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ISO സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ പീസ് ആക്കിയിട്ട് ലെയർ എന്ന് പറഞ്ഞു. ഇതിൽ മൊത്തത്തിൽ 7 ലെയറാണുള്ളത്. അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയർ ആണ് ഫസ്റ്റ് ലെയർ, ഡാറ്റ ലിങ്ക് സെക്കൻഡ്, നെറ്റ്വർക്ക് തേർഡ്, ട്രാൻസ്പോർട്ട് ഫോർത്ത്, സെഷൻ ഫിഫ്ത്ത്, പ്രസൻറ്റേഷൻ സിക്സ്ത്, അപ്ലിക്കേഷൻ സെവൻത്ത്. നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു യൂസർക്ക് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസിൽ എങ്ങനെയാ വെച്ചാൽ അപ്ലിക്കേഷനിൽ താഴത്തേക്ക് പോയി ചെയ്യുക. അത് റിസീവ് ചെയ്യണ ഐഡിയയിൽ എങ്ങനെയാ വെച്ചാൽ ആ ഡാറ്റ നേരെ ചെല്ലുന്ന ഫിസിക്കൽ ലെയറിലേക്ക്, അവിടുന്ന് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ലെയറിന് ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട് അങ്ങനെ മുകളിലേക്ക് അപ്ലിക്കേഷൻ ലെയറിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓക്കെ, ഈ സാധനത്തിൻ്റെ കുറച്ചും കൂടി യൂസബിൾ ആയിട്ടുള്ള മോഡലാണ് TCP/IP എന്ന് പറയുന്ന മോഡൽ. നമ്മൾ അടുത്ത് നോക്കുന്നു, TCP/IP സ്റ്റാക്ക് അടുത്ത് നോക്കുന്നു. ഓക്കെ, ഇതിലെങ്ങനെ വെച്ചാൽ ഇത് ഒട്ടുമിക്ക എല്ലാ മേജറായിട്ടുള്ള കമ്പ്യൂട്ടറും ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസൊക്കെ ഏർലി 90s ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന 2 സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ 2 വർക്ക് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ ലെയർ 3 ഒരു പ്രോട്ടോകോൾ ഉണ്ട് IP പറഞ്ഞിട്ട്, അതും നിങ്ങൾക്ക് അറിയുണ്ടാവും. അതൊക്കെ എന്താ വെച്ചാൽ ലെയർ 2 ലെയർ 3 എന്നൊക്കെ പറയുന്നത് ഈ OSI കമ്പയർ ചെയ്തിട്ടാണ്. ലെയർ 2 ഡാറ്റ ലിങ്ക് ലെയറിലാണ് എന്ത് വർക്ക് ചെയ്യുക, സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ലെയർ 3 IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ലെയർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ OSI മോഡലിനെ റെഫർ ചെയ്തിട്ടാണ് പറയുക. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോട്ടോകോൾസിനൊക്കെ കുറച്ച് സാധനങ്ങളുടെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെ റിസോഴ്സൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കി അവൈലബിൾ ആയിരിക്കും. ഇനി ഈ സാധനത്തിൽ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ പ്രോട്ടോകോൾ എടുത്തു, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് പ്രോട്ടോകോൾസ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിലിപ്പം ആപ്പിൾ ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അല്ലാണ്ട് IPX ഉണ്ട്, പിന്നെ UUCP ഉണ്ട്, UMTS ഉണ്ട്, പിന്നെ HTTP ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോട്ടോകോൾസ് ഉണ്ട് വേറെ. പിന്നെ സിഗ്നലിംഗ് സിസ്റ്റം 7 ഒരു ടൈപ്പ് പ്രോട്ടോകോൾസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത്രയും പ്രോട്ടോകോൾ സ്യൂട്ട്സ് ഒക്കെ ഇതിന് കോമ്പാറ്റബിൾ ആവും. കാരണം ഇതിന് ഇന്ന പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്കാവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഏത് പ്രോട്ടോകോൾ വേണമെങ്കിലും വർക്കാവും അതത് ലെയറിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് OSI മോഡൽ നോട്ട് ചെയ്യാനുള്ളത്. ഈ TCP/IP മോഡൽ പറഞ്ഞു വെച്ചാൽ ഈ OSI മോഡലിൽ കുറച്ചും കൂടി ലൈക്ക് വർക്കിംഗ് കണ്ടീഷനുള്ള സാധനം. ഓക്കെ, അങ്ങനെ പറയാം. എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഈ TCP/IP മോഡൽ. ഈ TCP/IP മോഡലിൽ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിലുള്ളത് ഈ എൻഡ് ടു എൻഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്, എല്ലാ പ്രോട്ടോകോൾസും അതിലുണ്ട്, ആ ഒരു സ്യൂട്ടിലുണ്ട്. ഓക്കെ, ഈ OSIയും TCP നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് OSIയിൽ 2 ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ലെയറാണ് TCP/IP മോഡൽ. അടുത്തത് സെഷൻ, പ്രസൻറ്റേഷൻ, അപ്ലിക്കേഷൻ, ഏറ്റവും ടോപ്പിൽ കിടക്കണം 3 ലെയേഴ്സ് OSI മോഡലിൻ്റെ. അത് മൂന്നും കൂടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് TCP/IPയിൽ ഒറ്റ ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. പക്ഷേ നമ്മളിതിൽ നെറ്റ്വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയർ 3 വർക്ക് ചെയ്യാനാണ് IP, ഡാറ്റ ലിങ്ക് ലെയറിൽ അതായത് ലെയർ 2 വർക്ക് ചെയ്യാനാണ് സ്വിച്ച്. ഇതിൽ നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ നോക്കാൻ നേരത്ത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഫസ്റ്റ് ലെയറാണ്, ഡാറ്റ ലിങ്ക് അതിൽ മേഴ്സ്ഡ് ആണ്. അപ്പോൾ ആ സ്വിച്ച് ഈ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലെയർ 1 അല്ലേ വരിക ചോദിച്ചു വെച്ചാൽ തെറ്റി. നമ്മൾ എപ്പോഴൊക്കെ ലെയറിൻ്റെ കാര്യം പറഞ്ഞാലും അതൊക്കെ OSI മോഡലിനെ കമ്പയർ ചെയ്തിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ അത് ലെയർ 2 തന്നെ സ്വിച്ച് വരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് നമ്മൾ TCP/IPയുടെ കാര്യത്തിൽ തന്നെ വിചാരിക്കാം. ഈ TCP/IP പ്രോട്ടോക്കോൾ വരാൻ നേരത്ത് ഇത് 1970s US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് DOD അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ARPANET എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവില്ല, പണ്ടോട്ട് പഠിക്കണ സാധനം. അതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടോക്കോളാണ്, സിസ്റ്റം പ്രോട്ടോക്കോളാണ് ഈ TCP/IP പ്രോട്ടോക്കോൾ. ഓക്കെ, ഈ ARPANET എന്ത് ചെയ്ത് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അറിയാമല്ലോ. അപ്പോൾ ഈ TCP/IP ആണ് അതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് ARPANET 1990s എങ്ങാനും ആയപ്പോൾ നിർത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അതിനുശേഷം പിന്നെയും TCP/IP പ്രോട്ടോക്കോൾ പിന്നെയും ലൈക്ക് ഇതിൽ കുറേ ഇവല്യൂഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, TCP/IP പ്രോട്ടോക്കോൾ അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, ഈ എഴുതിയ പോലെ തന്നെ. ഓക്കെ, അത് എന്ത് ചോദിച്ചാൽ എങ്ങനെ
രണ്ട് കമ്പ്യൂട്ടർ, രണ്ടല്ല, ഇൻ ദ സെൻസ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആവണം, പിന്നെ എങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ TCP/IP പ്രോട്ടോക്കോളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഓക്കെ. ഇനി ഇതിൻ്റെ പേരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൽ നോക്കാനുള്ളത് പറഞ്ഞു വെച്ചാൽ ഈ TCP/IPയിൽ നമ്മൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യണം, ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യണ എല്ലാ പ്രോട്ടോക്കോൾസും, ഇൻ ദ സെൻസ് ആവശ്യമുള്ള പ്രോട്ടോക്കോൾസൊക്കെ ഇതിൽ വർക്കിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് യൂസ്ഡ് ഓൺ ദ ഇൻ്റർനെറ്റ് എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട്. ഇതിലെങ്ങനെയാ വെച്ചാൽ ഈ ഡാറ്റ പാക്കറ്റൈസ് ആവുക, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാകത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാവുക. അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് IP ചെയ്താൽ പിന്നെ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ IP ചെയ്താൽ ആ സാധനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക. പിന്നെ ട്രാൻസ്മിഷൻ, ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുക. റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കുക, അതുവഴി ഈ ഡാറ്റ മറ്റേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. അതാണ് ഈ റൂട്ടിങ്ങിൽ വരുന്നത്. പിന്നെ റിസീവ്, എത്തുക, ഇത്രേ ഉള്ളൂ. ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ സാധനം എത്തിക്കുക. ഈ സംഭവങ്ങളൊക്കെ ഈ TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് അവരുടെ ഒരു മോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അവരിത് ചെയ്ത് തന്നിരിക്കും. അതാണ് ഈ TCP/IP പ്രോട്ടോക്കോളിൽ പ്രോട്ടോക്കോൾ സ്യൂട്ടിൽ നടക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനൊക്കെ പറ്റിയതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഇത് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് പോയ സാധനം അവിടെ എത്തിക്കുന്ന വരെയുള്ള എല്ലാ പ്രോട്ടോക്കോൾസും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ലെയേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമുക്ക് ഇതിൽ റൈറ്റ് സൈഡിൽ ആ TCP/IP മോഡൽ തന്നെ അതിൻ്റെ റൈറ്റിൽ നമുക്ക് എഴുതി കാണാൻ പറ്റില്ല പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്. HTTP, DNS, FTP, DHCP, ഈ സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രോട്ടോകോൾസ് ആണ് കുറച്ചെണ്ണം. ഓക്കെ. ഇതിൽ നോക്കേണ്ടത് പറഞ്ഞു വെച്ചാൽ ഇതിൽ 4 ലെയേഴ്സാണ്. OSI മോഡലിൽ 7 എണ്ണമാണ്. ഓക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OSI മോഡലിനെ റെഫർ ചെയ്തിട്ട് വേണം ലെയറിന് നമ്പറിങ് കൊടുക്കാൻ. ഇതിൽ ഈ IP എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, IPv4, IPv6, ഇതിൽ നോക്കാൻ നേരത്തെ നെറ്റ്വർക്ക് ലെയർ 2 ആണ്. പക്ഷെ OSI മോഡലിൽ അത് ലെയർ 3 ആണ്. അപ്പോൾ ലെയർ 3യിലാണ് ഈ IP അഡ്രസ്സിങ് നടക്കുന്നത്. അടുത്തത് പറഞ്ഞു വെച്ചാൽ ഈ TCP UDP സാധനങ്ങൾ, അത് അലൈൻമെൻറ്റ് തെറ്റിയതാണ്. ശരിക്കും ട്രാൻസ്പോർട്ട് ലെയർ 4ലാണ് കിടക്കുന്നത്. ഇതിൽ ശരിക്കും 3rd ലെയർ ആണ്. പക്ഷേ OSI മോഡലിൽ ലെയർ 4ലായതുകൊണ്ട് ഇതിലും ലെയർ 4 തന്നെ വിളിക്കണം. ഓക്കെ. ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യണ HTTP, DNS, FTP, DHCP പ്രോട്ടോകോൾസൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇതിൽ നോക്കാൻ നേരത്ത് 4th ലെയറിലാണ്. പക്ഷേ OSI മോഡലത് 7th ലെയറിലാണ്. അതിനെ റെഫർ ചെയ്തിട്ടാണ് ഇവിടെ പറയാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രോട്ടോകോൾസൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ നോക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് പോകാൻ പറ്റുമോ ചോദിച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കാരണം കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. എല്ലാം പറയാൻ ഉള്ള ടൈം നമ്മുടെ ഇല്ല. പിന്നെ അത്രയും റിസോഴ്സസ് എല്ലാത്തിനും പറ്റിയതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പോയി തപ്പിക്കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ മറ്റേ എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ റിസോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നേരത്ത് അതിന് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. ഡാറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻക്യാപ്സുലേഷൻ അറിയണം. നമ്മൾ അടുത്തതിൽ എൻക്യാപ്സുലേഷൻ എന്താണെന്നും ഡാറ്റ ഫ്ലോ എന്താണെന്നുള്ളത് നോക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.